ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നതാണ്. അപ്പം ഇത് ജസ്റ്റ് ഒരു ബേസ് ആണ്. അപ്പോൾ ഇത് കുഞ്ഞിലെ ക്ലാസ്സുകളിൽ നമ്മൾ പല ആൾക്കാരും പഠിക്കുന്നതാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾ ICC എന്നുള്ള ക്ലാസ്സിലേക്ക് എത്തുമ്പം അവർക്ക് ചില ടഫ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ 10th ICC കുട്ടികൾ, അതുപോലെ 12th 11th ആണെങ്കിൽ 12th ഇൻറ്റഗ്രേഷൻ എന്നൊരു ടഫ് ടോപ്പിക് ഉണ്ട്. ഇൻറ്റഗ്രേഷൻ ടഫ് ചാപ്റ്റർ, എല്ലാവരും ടഫ് എന്ന് പറഞ്ഞാൽ എളുപ്പമൊക്കെയാണ്, പക്ഷേ മിക്ക ആൾക്കാരും ടഫ് എന്നാണ് കരുതപ്പെടുന്ന. അപ്പോൾ അതിലൊരു ടോപ്പിക് ഉണ്ട്, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ വരുമ്പോൾ അവിടെ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അതൊരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ട്രിക്കിൻ്റെ ബേസിക് അടിസ്ഥാനം വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പം നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അത് മാത്രമേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച്, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ ഇതാണ്: 3x² പ്ലസ് 11x പ്ലസ് 10. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക. വേറെ ഒന്നുമല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇസ് എ പോളിനോമിയൽ equation of the second degree generally written in the standard form ax² plus bx plus c. വേറെ ഒന്നുമല്ല, അതായത് ഒരു ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. വേറെ ഒന്നുമല്ല, ഒരു ഇക്വേഷൻ. അപ്പോൾ അതിൽ ഒരു ഈ എക്സ് എന്ന് പറയുമ്പോൾ എന്താ, അൺനോൺ വേരിയബിളാണ്. നമുക്ക് അറിയത്തില്ല, അൺനോൺ വേരിയബിളാണ്. അപ്പോൾ എയും ബിയും സി ഒക്കെ നമ്പേഴ്സാണ്. എ ബി സി കോൺസ്റ്റൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ എഴുതാണ്. അപ്പോൾ 3x² പ്ലസ് 5x പ്ലസ് 6 എന്ന് എഴുതി. അതിൽ ഈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ വേരിയബിൾ, നമുക്കറിയത്തില്ല. എ ബി സി എന്ന് പറയുമ്പോൾ 3, 5, 6 ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, കോൺസ്റ്റൻറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, ഫിസിക്കൽ സാർ ഇങ്ങനെ ഒരു ഫോമിൽ കിടക്കുന്ന ഇതിനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫോമിൽ അതിൽ ഒരു ടേമിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി അത് അവിടെ കൊടുത്തത് സെക്കൻഡ് ഡിഗ്രി. ഒരു ടേമിൻ്റെ പവർ 2 ആയിരിക്കും, അത് എക്സിൻ്റെ പവർ 2 ആയിരിക്കും. വേറൊരു എക്സിൻ്റെ പവർ 1 ആയിരിക്കും, മറ്റേത് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് ഫോമാറ്റ് വരുന്നത്. അപ്പോൾ എക്സ് തന്നെ ആവണമെന്നില്ല. നമുക്കിപ്പം 2y² പ്ലസ് 6y പ്ലസ് 3 = 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ, 3p² പ്ലസ് 4p മൈനസ് 4 = 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ, -2t² മൈനസ് 2t പ്ലസ് 7 = 0 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിൽ ഒരു അൺനോൺ വേരിയബിളിൻ്റെ പവർ എപ്പോഴും 2 ആയിരിക്കും, മറ്റേതിൻ്റെ പവർ 1 ആണ്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണത്തില്ല. അപ്പം ഒരു അൺനോൺ വേരിയബിൾ, ഫസ്റ്റ് അൺനോൺ വേരിയബിൾ, അല്ലെങ്കിൽ ഫസ്റ്റ് എന്നല്ല, ഇത് എവിടെ വേണമെങ്കിലും മിക്സഡ് ആക്കി എഴുതാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ എഴുതാം: 6y മൈനസ് 2y² പ്ലസ് 3 = 0 എന്ന് എഴുതാം, മിക്സഡ് ആക്കി എഴുതാം. അപ്പം ഒരു അൺനോൺ വേരിയബിളിൻ്റെ പവർ എന്താ, 2 ആയിരിക്കും, മറ്റേ അൺനോൺ വേരിയബിളിൻ്റെ പവർ 1 ആയിരിക്കും. അപ്പം പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് കാണും. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ഫോമാറ്റിന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക നോക്ക്. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ് അല്ലേ, കാരണം എന്താ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അൺനോൺ വേരിയബിളിൻ്റെ പവർ എത്ര, 2 ആണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ എക്സിൻ്റെ പവർ 1 ആണ്, x⁻1. അപ്പോൾ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഈ സെൻറ്റർ വരുന്ന അൺനോൺ വേരിയബിളിൻ്റെ പവർ 1 വരുന്ന ഇതിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അൺനോൺ വേരിയബിളിൻ്റെ പവർ 1 വരുന്നതാണ് നമ്മളെപ്പോഴും സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അൺനോൺ വേരിയബിൾ പവർ 2 വരുന്നതോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിൻ്റെ വല്ല സ്പ്ലിറ്റിംഗ് ഇല്ല. ഇപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ നമ്മൾ സ്പ്ലിറ്റിംഗ് ഇല്ല. അതുപോലെ തന്നെ അൺനോൺ വേരിയബിൾ യു വിന്ന് ഇടുവാണെങ്കിൽ അതിൻ്റെ പവർ 2 വരുന്നതും നമുക്ക് സ്പ്ലിറ്റിംഗ് ഇല്ല. അൺനോൺ വേരിയബിളിൻ്റെ പവർ 1 വരുന്നതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അൺനോൺ വേരിയബിൾ ഏതാ മക്കളെ, നോക്ക്, 11x ആണ് അല്ലെ, പവർ 1 11x, അല്ലെങ്കിൽ സെൻട്രൽ സ്കൂളിലൊക്കെ സെൻട്രൽ ടേം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും പഠിക്കരുത്. കാരണം ചിലപ്പോൾ ഇക്വേഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 11x ആദ്യം തന്ന് ഇടയ്ക്ക് 3x² വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെൻട്രൽ ടേം 3x² എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കരുത്. പകരം അൺനോൺ വേരിയബിളിൻ്റെ പവർ 1 വരുന്നതാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ അൺനോൺ വേരിയബിൾ നമുക്ക് 11x അല്ലേ, ഇതാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, മനസ്സിലായി. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി വെച്ചാൽ പ്രൊഡക്റ്റും സമ്മും എടുക്കുക എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പം ഈ അൺനോൺ വേരിയബിളിൻ്റെ പവർ വരുന്ന 11xൻ്റെ കോഎഫിഷ്യൻ്റ് 11 അല്ലേ. അപ്പോൾ നമ്മൾ സം ഈസ് ഈക്വൽ ടു 11 എന്ന് എഴുതി. കാരണം എന്താ, നമുക്ക് ഏതാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ സം ഈസ് ഈക്വൽ ടു 11x എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ ബാക്കി രണ്ട് പ്രൊഡക്റ്റാണ്. അപ്പോൾ ബാക്കി രണ്ടെന്ന് പറയുമ്പം ഇവിടുത്തെ x² കോഎഫിഷ്യൻ്റ് 3 ആണ് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം x² കോഎഫിഷ്യൻ്റ് 3 ആണ്. അതുപോലെ അപ്പുറത്തെ കോൺസ്റ്റൻറ്റ് എന്താ, 10 ആണ്. അപ്പോൾ 3 × 10 30. അപ്പം സമ്മ് 11 കിട്ടി, പ്രൊഡക്റ്റ് 30 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. സ്പ്ലിറ്റ് ചെയ്യേണ്ട രീതി വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു T മെത്തേഡ് എടുക്കുന്നു. T മെത്തേഡ് എടുത്തിട്ട് ഈ പറഞ്ഞ 30 എന്നുള്ള വാല്യൂ എടുത്ത് ഇവിടെ എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പോൾ എന്താ, 1 30s are 30, 2 30ൽ എത്ര തവണ 15 ടൈംസ് പോവും, 3 10 ടൈംസ് പോവും അല്ലേ. 4 പോകത്തില്ല, 5 6 ടൈംസ് പോവും, 5 × 6 are 30. ഈ 6 × 5 are 30, നേരെ തിരിച്ചു. പിന്നെ ബാക്കി ഇനി എന്തിട്ടാലും സെയിം തന്നെയാണ്, ഇനി സെയിം ഇത് തന്നെ വരത്തുള്ളൂ.
അപ്പോൾ നമുക്കെന്താ ഇതിൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും 30 കിട്ടും അല്ലേ? ഏത് പ്രോഡക്റ്റ് 30 കിട്ടും. പക്ഷേ ഇതിൽ സം എടുക്കുമ്പോൾ 11 കിട്ടുന്ന ഏതാണെന്ന് നമുക്ക് നോക്കാം. സം എടുക്കുമ്പോൾ 11 കിട്ടുന്നത്. അപ്പോൾ നോക്കിയേ ഈ 1ഉം 30യും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 31. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല അല്ലേ? നമുക്ക് ഇത് പറ്റത്തില്ല. ഓക്കെ, ഇത് പറ്റത്തില്ല. 2ഉം 15 ആണ്. 17 പറ്റത്തില്ല. ഇത് 13 പറ്റത്തില്ല. ഇത് നോക്കിയേ 5ഉം 6ഉം അല്ലെ 6ഉം 5 നോക്കിയേ പറ്റും. എന്താ 5 + 6 11 ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഡെമോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ സംഭവം മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. 5ഓ 10ഓ സെക്കൻഡ് കൊണ്ട് സ്പീഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഇത്രയും ടൈം എടുക്കുന്നത്. പക്ഷേ ആ കോൺസെപ്റ്റ് മനസ്സിലായാൽ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 5ഉം 6ഉം 11 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ നമുക്ക് 11 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ 11xനെ നമുക്കെന്താ 5x + 6x എന്ന് എഴുതാം. അപ്പോൾ നോക്ക് നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. 3x² + 11x + 10 ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താ 3x² + 5x അല്ലേ പ്ലസ് എന്താ 6x + 10 എന്ന് എഴുതി. ഓക്കെ, ഒന്നുകൂടെ മായ്ക്കുവാണ്. ഓക്കെ, ഇപ്പോൾ 3x² എന്താ നോക്ക് 3x² + 6x + 5x + 10. നേരെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. 5x + 6x എന്തായാലും കുഴപ്പമില്ല. ആൻസർ സെയിമാണ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതി. അപ്പോൾ നോക്ക് മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനെ ഞാൻ താഴെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 2 ഇക്വേഷൻ സെയിം തന്നെയാണ്. മുകളിലത്തെ ഇക്വേഷൻ ജസ്റ്റ് സിംപ്ലിഫൈഡ് സ്പ്ലിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പം വീഡിയോ കാണുന്ന ഒരുത്തൻ്റെ പേര് രാഹുൽ എന്ന് വിചാരിച്ചു. രാഹുൽ. ഓക്കെ, അവൻ്റെ ഫാദറിൻ്റെ പേര് ഇപ്പം എന്താ പറയുക കുമാർ എന്ന് വിചാരിച്ചു. മദറിൻ്റെ പേര് സീത എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം സീതയുടെയും കുമാറിൻ്റെയും ഈ പേരൻസ് ആണ്. അവരുടെ മോനാണ് രാഹുൽ. അവരുടെ ഒറ്റ മോനേ ഉള്ളൂ രാഹുൽ. ഓക്കെ, അപ്പം നമ്മളിപ്പം രാഹുലിനെ കാണുന്നു. അപ്പോൾ കാണുമ്പോൾ രാഹുൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവൻ വിളി കേൾക്കും. ശരിയല്ലേ? അവൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാലും ഡാ രാഹുൽ എന്ന് വിളിച്ചാൽ അവൻ വിളി കേൾക്കും അല്ലേ? അപ്പം ആ രാഹുൽ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ ഇക്വേഷൻ. ഓക്കെ, എന്നാൽ വേറൊരു ഗസ്റ്റ് വന്നിട്ട് അവൻ ഇങ്ങനെ വിളിക്കുന്നു. ഇന്ന വീട്ടിലെ കുമാറിൻ്റെയും സീതയുടെയും മോൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവനെ വിളി കേൾക്കത്തുള്ളൂ. കാര്യം എന്താ? അവൻ ആ വീട്ടിൽ ഒറ്റ മോൻ മാത്രമാണ്. വേറെ മക്കളൊന്നുമില്ല. അവൻ്റെ പേരൻസിൻ്റെ പേര് കുമാറും സീത എന്നുമാണ്. അപ്പോൾ കുമാറിൻ്റെ സീതയുടെ മോൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ രാഹുലെ വിളി കേൾക്കത്തുള്ളൂ. അപ്പോൾ രണ്ടിനും മാറ്റമുണ്ടോ? രാഹുൽ എന്ന് വിളിച്ചാൽ ഇവൻ വിളി കേൾക്കും. അപ്പം ആ വീട്ടിൽ ഒരു വേറെ ഗസ്റ്റ് വന്നിട്ട് കുമാറിൻ്റെയും സീതയുടെ മോൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവനെ വിളി കേൾക്കത്തുള്ളൂ. അതുപോലെയാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഇതാക്കി എഴുതുന്നേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് ഒരു രാഹുൽ എന്ന് വിളിക്കുന്നതിന് പകരം എന്താ പറയുക കുമാറിൻ്റെ സീതയുടെ മോൻ എന്ന് പറയുന്ന പോലെ എന്താ പറയുക ഈ 11x എന്നുള്ള വാല്യൂ 6x + 5x എന്നാക്കി എഴുതുന്നേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ ചേഞ്ച് ഇല്ല. ഇവൻ ഇങ്ങനെ രാഹുൽ എന്ന് വിളിച്ചാലും ഇന്ന പേരൻസിൻ്റെ മോനെന്ന് വിളിച്ചാലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, രണ്ടും ഒന്നല്ല. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ എന്താ ഇങ്ങനെ എഴുതിയാലും ചേഞ്ച് ഇല്ല. ക്ലിയർ ആയോ? ആ 11xനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ സ്പ്ലിറ്റ് ചെയ്യാനാണ് ഇന്നത്തെ ടോപ്പിക് എടുക്കുന്നത്. ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുന്നില്ല. എന്നാലും ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഞാൻ വായിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്കെന്താ പറയുക 3x² + 6x + 5x + 10 നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയത്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ ക്വാഡ്രാറ്റിക്കിൻ്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഞാൻ അത്യാവശ്യം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി കാണാൻ പറ്റും. ക്വാഡ്രാറ്റിക് 2 രീതി സോൾവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്നാലും ഇതിപ്പം ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പം ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇവിടെ കോമൺ ഏതാ 3x കോമൺ അല്ലേ? അപ്പോൾ 3x കോമൺ എടുത്തു കഴിഞ്ഞാൽ 3x ഇൻറ്റു എക്സ് 3x ഇൻറ്റു x + 2 എന്നും വരും. പ്ലസ് ഇവിടെ എന്താ കോമൺ 5 കോമൺ അല്ലേ? അപ്പോൾ 5 ഇൻറ്റു x + 2 എന്നും വരും. ഇനി നോക്കുക ഈ ടേമിലും കോമൺ ഏതാ x + 2 അല്ലേ? അപ്പോൾ x + 2 ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 2 കോമൺ എടുത്താൽ ബാക്കി എനിക്ക് എന്ത് വരും 3x + 5 വരും. ഇതാണ് ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം ഇവിടെ 0 ഇക്വേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം x ഈസ് ഈക്വൽ ടു -2 എന്നും അതുപോലെ 3x + 5 ഈസ് ഈക്വൽ ടു 0, 3x ഈസ് ഈക്വൽ ടു -5, x ഈസ് ഈക്വൽ ടു -5/3 എന്നൊക്കെ വരും കേട്ടോ. ഇത് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത രീതി. ക്വാഡ്രാറ്റിക്കിൻ്റെ ക്ലാസ് എടുക്കുന്നത് ഈസി ആയിട്ട് കാണിച്ചു തരാം. അപ്പം സ്പ്ലിറ്റിംഗ് ആണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുമ്പേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മാത്സിൻ്റെ കുറേ ടെക്നിക്കും ട്രിക്കുകളും കുറേ ഇവിടെ കാണും. 10th ICC പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ 11th 12th കേരള സ്റ്റേറ്റ് സിലബസ് ISC കുട്ടികൾ CBSE കുട്ടികൾക്ക് വേണ്ടി മാത്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകളും ടോപ്പിക്സും ഇവിടെ ഉണ്ടാവും. ഇനി മുതൽ ഇവിടെ ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പം ഈ പറഞ്ഞ 10th 11th 12th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. മാത്രമല്ല നല്ല രീതിയിൽ കുറേ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള കുറേ യൂസ്ഫുൾ ആകുന്ന കുറേ സാധനങ്ങൾ നമ്മുടെ ഈ യൂട്യൂബിലുണ്ടാവും. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഒന്ന് ആക്റ്റീവായി ഷെയർ ചെയ്യുക. പുതിയ ചാനലാണ്. അപ്പം സ്വാഭാവികമായിട്ടും
പുതിയ ചാനലാണെന്ന് ഓൾറെഡി പറഞ്ഞു. സ്വാഭാവികമായിട്ടും കയറി വരാൻ ടൈം എടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എനർജിയാണ്. അപ്പം നല്ല രീതിയിൽ നമ്മൾ ആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ കുഞ്ഞു പിള്ളേർക്ക് ഹെൽപ്ഫുള്ളാണ്. 9th 8th 7th ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇതിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th 11th 12th നിൽക്കുന്ന പല കുട്ടികൾക്കും ഇതുപോലും ചെയ്യാൻ അറിയാത്ത പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇനി അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനും ചെയ്ത് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്പ്ലിറ്റ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² + 7x - 4 ഇവിടെ മൈനസ് കയറി വന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ സം എത്ര? സം എന്ന് പറയുമ്പം എന്താ വേരിയബിളിൻ്റെ പവർ 1 വരുന്ന ഏതാ? 7x ആണ്, ശരിയല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ കോഎഫിഷ്യന്റ് വാല്യൂ. ഇപ്പോൾ എക്സിൻ്റെ കൂടെ കിടക്കുന്ന 7, ഇതാണ് സം. പ്രൊഡക്റ്റ് നോക്ക്, എന്താ 4 2 അങ്ങനെ എഴുതരുത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 2x² കോഎഫിഷ്യന്റ് 2 ആണ് അല്ലേ? അപ്പോൾ 2 എഴുതി. 2 ഇൻറ്റു ഇത് +4 അല്ല -4. അപ്പോൾ 2 ഇൻറ്റു -4. അപ്പോൾ എന്ത് വരും ആൻസർ? -8 വരും. അപ്പോൾ പ്രൊഡക്റ്റ് -8 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പ്രൊഡക്റ്റ് ടി വരയ്ക്കുക, അവിടെ പ്രൊഡക്റ്റ് എഴുതുക, ഇങ്ങനെ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം, മൈനസ് അവിടെ കിടക്കട്ടെ. ഞാൻ ചോദിക്കുകയാണ്, 8 1 ടൈംസ് 8 പോവും, 2 ടൈംസ് 4 പോവും അല്ലേ? 3 പോകത്തില്ല. 4 ടൈംസ് 2 പോവും, 5 പോകത്തില്ല, 6 പോകത്തില്ല, 7 പോകത്തില്ല, 8 ടൈംസ് 1 പോവും. ഇത്രയാണ് 8ൻ്റെ ഫാക്ടേഴ്സ്, ശരിയല്ലേ? 8നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 2 വെച്ച് 3ഉം 4ഉം ഇങ്ങനെ ഇത്രയാണ് 8ൻ്റെ ഫാക്ടേഴ്സ്, ശരിയല്ലേ? നമുക്കറിയാം ഈ മൈനസ് ഒരു ഒരു 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും മൈനസ്. അപ്പോൾ നോക്ക്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ മൈനസ് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ആയിരിക്കും, മറ്റേത് പ്ലസ് ആയിരിക്കും. സപ്പോസ് ഇപ്പോൾ രണ്ടും മൈനസ് ആയിരുന്നെങ്കിൽ എന്താ ആൻസർ തോന്നേനം? പ്ലസ് വന്നേനം, ശരിയല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് വന്നേനം. പക്ഷേ ആൻസർ ഇവിടെ മൈനസിൽ വന്നെങ്കിൽ അർത്ഥം എന്താ? ഒരു ടേം മൈനസ് ആണ്, മറ്റേത് പ്ലസ്, ശരിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയെങ്കിൽ പ്രൊഡക്റ്റ് -8 വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് -1 കൊടുക്കാം. -1 ഇൻറ്റു 8 -8. ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ -2 ഇൻറ്റു 8 -8. ഇവിടെ മൈനസ് കൊടുത്താൽ -4 ഇൻറ്റു 8 -4 ഇൻറ്റു -8, ശരിയല്ലേ? ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ -8 ഇൻറ്റു 1 -8. അപ്പോൾ ഏത് മൾട്ടിപ്ലൈ ആയാലും മൈനസ് വരും. അങ്ങനെ ഇത് കൂട്ടുമ്പം +7 വരണം. ഏതാണെന്ന് നോക്കാം. +7 വരണം. അപ്പോൾ നോക്കി, -8ഉം ഞാൻ ഇതെടുക്കുവാണേ, -8ഉം +1 കൂടെ കൂട്ടിയാൽ -7 കിട്ടുന്നത്. അപ്പോൾ ഇത് പോരാ, ഇത് പറ്റത്തില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ -4ഉം +2 എടുത്തു കഴിഞ്ഞാൽ -2 കിട്ടുന്നു. അപ്പോൾ അതും പറ്റത്തില്ല. ഇത് നോക്കിയേ, -2, ഇത് നോക്കിയേ, -2ഉം +4 എടുത്തു കഴിഞ്ഞാൽ +2, അതും പറ്റത്തില്ല. അപ്പോൾ ഇത് നോക്കിയേ, -1ഉം +8ഉം എടുത്തു കഴിഞ്ഞാൽ +7 വരും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ -1ഉം +8 ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, -1 ഇൻറ്റു +8 എന്ന് പറഞ്ഞാൽ -8 ആണ് പ്രൊഡക്റ്റ്. അതുപോലെ കൂട്ടുമ്പോൾ എന്താ? +7 വരും. അങ്ങനെ ആണെങ്കിൽ എന്താ? -1ഉം 8ഉം ആണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഇക്വേഷൻ എന്താ? 2x² + 7x - 4 നമുക്ക് എങ്ങനെ എഴുതാം? 2x² പിന്നെന്താ? -1x അല്ലെങ്കിൽ x-ൽ 1x -1x പ്ലസ് 8x അല്ലേ? 8x - 4 കേട്ടോ, ഇങ്ങനെയാണ് സ്പ്ലിറ്റ്. അപ്പോൾ 7xനെ നമ്മളെന്താ? -1x + 8x എന്ന് എഴുതി. വല്ല മാറ്റം ഉണ്ടോ? -1x + 8x എന്ന് വെച്ചാൽ എന്താ? 7x തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടിയ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ സോൾവ് ചെയ്യുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ആൻസേഴ്സ് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ സ്പ്ലിറ്റ് ചെയ്യാൻ സോൾവ് ചെയ്യുന്ന b² - 4ac എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ വരുമ്പോൾ. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് പഠിച്ചപ്പോൾ പിന്നെ എന്താ ഇത് സ്പ്ലിറ്റ്? അപ്പം സ്പ്ലിറ്റ് പഠിക്കുന്നത് കാരണം നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് b² - 4ac ഇക്വേറ്റ് ചെയ്താൽ പോലെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ സ്പ്ലിറ്റിംഗ് പഠിക്കേണ്ട ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ AP-യിൽ GP-യിൽ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പം അവിടെ വലിയ വലിയ പവർ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ആ സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ വലിയ പ്രോബ്ലംസ് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്പ്ലിറ്റിംഗ് പഠിക്കേണ്ട ആവശ്യകത. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മളെന്താ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല നല്ല വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും 10th ICSEയുടെ മാത്സ് ക്ലാസ്സസ്, 11th 12th CBSEയുടെയോ ISC സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൻ്റെ മാത്സ് ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് നമ്മുടെ ഒരു ഗോൾ. ക്വാളിറ്റി ആയിട്ടുള്ള മാത്സ് ക്ലാസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.